വൈക്കത്തെ റേഷൻ കടകളിൽ വിതരണത്തിനെത്തുന്നത് പുഴുവരിച്ച അരിയും ഗോതമ്പുമെന്ന് പരാതി. തലയോലപ്പറമ്പ് സപ്ലൈകോ ഡിപ്പോയ്ക്ക് മുന്നിൽ പുഴുവരിച്ച അരിയുമായി റേഷൻ വ്യാപാരികൾ പ്രതിഷേധിച്ചു. തലയോലപ്പറമ്പിലെ സപ്ലൈകോ ഡിപ്പോയിൽ നിന്ന് 3 മാസമായി വൈക്കം താലൂക്കിലെ റേഷൻ കടകളിൽ എത്തുന്നത് പുഴുക്കളും ചെള്ളും നിറഞ്ഞ അരിയും ഗോതമ്പുമാണെന്ന് റേഷൻ വ്യാപാരികൾ ആരോപിക്കുന്നു. വിതരണം ചെയ്യാൻ പറ്റാതെ കടകളിൽ കെട്ടിക്കിടക്കുന്ന മോശമായ അരിയും ഗോതമ്പും തിരികെ എടുക്കണമെന്നും പകരം ഭക്ഷ്യയോഗ്യമായ അരിയും ഗോതമ്പും നൽകണമെന്നുമാണ് വ്യാപാരികളുടെ ആവശ്യം. അത് മില്ലിൽ ഇതിന്റെ ബന്ധപ്പെട്ട അധികാരികളെ ക്യൂസി ക്വാളിറ്റി കൺട്രോളർ ആവശ്യമായ പരിശോധന നടത്തുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ കൂടുതൽ ജലാംശമുള്ള അരി റേഷൻ കടകളിലേക്ക് വരുന്നു എന്നുള്ളതാണ് വിഷയം. ഇപ്പോൾ ഈ ഡയമണ്ട് അരിയെ സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ ആക്ഷേപം വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ അരി നിറയ്ക്കുന്ന അവസരത്തിൽ അല്ലെങ്കിൽ ഈ ക്യൂസിയുടെ പരിശോധന കഴിഞ്ഞിട്ട് ഈ മില്ലുകളിൽ കൃത്രിമം നടക്കുന്നുണ്ട്. റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. മില്ലുകളിൽ നിന്ന് അരി ചാക്കുകളിൽ നിറയ്ക്കുമ്പോൾ കൃത്യമായ പരിശോധന ഇല്ലാതെ വരുന്നതാണ് അരിയിൽ പുഴുക്കളുണ്ടാകാൻ കാരണമെന്ന് വ്യാപാരികൾ പറഞ്ഞു. ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ഇടപെട്ട് പ്രശ്നത്തിന് വേഗത്തിൽ പരിഹാരമുണ്ടാക്കണമെന്നാണ് ആവശ്യം. 24 കോട്ടയം.